സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കും. പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ലെന്ന് UDF യോഗത്തിൽ തീരുമാനം. ഉപസമിതി റിപ്പോർട്ട് വന്നതിന് ശേഷമാകും ഏതൊക്കെ സ്കൂളുകളിൽ പദ്ധതി നടപ്പാക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാകുക. നീണ്ട ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ PM ശ്രീ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് UDF. ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന നിലപാട് സ്വീകരിച്ചത്. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശ് പറഞ്ഞു. സംസ്ഥാനത്തെ ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണമെന്ന കാര്യത്തിൽ മന്ത്രിസഭ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. ആ ചോദ്യത്തിന് മറുപടി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. MOU ഒപ്പിട്ടു. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കും. അതേസമയം പദ്ധതിയിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച തുടർ നടപടികളെയും അടൂർ പ്രകാശ് വിമർശിച്ചു. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് രഹസ്യമായോ പരസ്യമായോ, ഏതായാലും ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒപ്പിടാൻ പോയത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. ആ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടത് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അന്നത്തെ ഗവൺമെൻറ്, അന്ന് ഏത് ഗവൺമെൻറ്റാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, LDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിനെ ഒപ്പിട്ടിട്ടുള്ളത്. CPI ആണ് ഇതിനെതിരെ ശബ്ദമുയർത്തിയത്. ആ ശബ്ദമുയർത്തിയെങ്കിലും എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പാക്കി വരുന്ന പദ്ധതിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ PM ശ്രീയുടെ പ്രയോജനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമ്പോൾ കേരളത്തിൽ വിപരീത നിലപാട് സ്വീകരിച്ചാൽ പ്രതികൂലമായി ബാധിക്കുമെന്ന തിരിച്ചറിവിൽ കൂടിയാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനമുണ്ടായിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ മാസം 17 നിയോഗിച്ച ഉപസമിതി 2 വട്ടം യോഗം ചേരുകയും ചെയ്തിരുന്നു. എന്നാൽ റിപ്പോർട്ട് വൈകുകയാണ്. LDF സർക്കാരിന്റെ അവസാന ഭരണനാളിലാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. പിന്നീട് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വിമർശനം ഉയർന്നതിന് പിന്നാലെ പിന്തിരിയുവാനുള്ള ശ്രമം നടക്കുകയും ചെയ്തിരുന്നു. ജനം, തിരുവനന്തപുരം.